ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനൊരു പുതിയൊരു വഴിത്തിരിവ് തന്നെ വന്നിരിക്കുകയാണ്. മാത്രമല്ല US-ലെ മുൻ ഇന്ത്യൻ അംബാസഡർ എന്ന നിലയിൽ അങ്ങയുടെ ഒരു പരിചയത്തിൻ്റെ കൂടെ വെളിച്ചത്തിൽ ചോദിക്കുകയാണ്, US-ന്റെ നടപടി അത് ഇസ്രയേലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന വാദം നമുക്ക് അംഗീകരിക്കാൻ ഈ അവസരത്തിൽ സാധിക്കുന്നതാണോ? തിരിച്ചാണ്. ഇസ്രായേലിൻ്റെയാണ്, അമേരിക്കയുടെയാണ് ആവശ്യം, ഇസ്രായേലിൻ്റെ അല്ല. ഇസ്രായേൽ ഇതിന്റെ ഒരു പാർട്ടി അല്ലല്ലോ. അവർ തമ്മിലുണ്ടായിരുന്ന എഗ്രിമെന്റ്, യൂറോപ്യൻസും ഇറാനുമായിട്ടുള്ള എഗ്രിമെന്റ് പോയി കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ആദ്യത്തെ എഗ്രിമെന്റിൽ തന്നെ ഇസ്രായേലിന് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. വേറെ 6 രാജ്യങ്ങളാണ് നെഗോഷിയേറ്റ് ചെയ്തത്. അപ്പൊ ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം അമേരിക്കയുടെ ഇൻസിസ്റ്റൻസിലാണ്. അതുകൊണ്ട് അത് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മാത്രമേ ഇസ്രായേലിൽ നോക്കാനുള്ളൂ. കാരണം ഈ ഇറാന് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. ലോകത്തിന്റെ തന്നെ ഒരു കൺസെൻസസ് ആണ്. കാരണം അവര് NPT സൈൻ ചെയ്ത രാജ്യമാകുമ്പോൾ അവർ ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ ആ നിയമങ്ങൾ പാലിക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്, നമ്മൾ ഉൾപ്പെടെ. അപ്പൊ ഞാനവിടെ ഉണ്ടായിരുന്ന കാലത്തും നമ്മളും പറയുമായിരുന്നു NPT സൈൻ ചെയ്ത ഒരു രാജ്യം എന്ന നിലയിൽ ചില നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. അത് ഇറാൻ പാലിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പരാതി ലോകത്തിൽ പൊതുവെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിലെ മെയിൻ ക്യാരക്ടർ അമേരിക്കയാണ്. അമേരിക്ക അഗൻസ്റ്റ് ഇറാനാണ് സിറ്റുവേഷൻ. ഇസ്രയേലിന്റെ റോള് അമേരിക്കയുടെ ഒരു സപ്പോർട്ടീവ് റോൾ മാത്രമാണ്. സർ, ഒരു കാര്യം കൂടെ, ഇറാൻ ഇസ്രയേൽ സംഘർഷം GCC രാജ്യങ്ങളിലേക്കുള്ള മലയാളികളെ ഉൾപ്പെടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ അങ്ങയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇപ്പോഴില്ല. GCC ഇതിനകത്ത് ഇൻവോൾവ് അല്ലല്ലോ. പക്ഷേ ബോംബിംഗ് ഒക്കെ നടക്കാണ് ചുറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ അവർ ബാധിക്കാതിരിക്കും. പ്ലെയിൻസ് കാണില്ല, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നവരില്ല, അതൊക്കെ ഉണ്ടല്ലോ. ഡയറക്ട്ലി GCC ഈസ് നോട്ട് ഇൻവോൾവ്. ഇവിടെയുള്ള അവിടെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ യാത്ര ചെയ്യാനും ഫ്ലൈറ്റ്സ് അവൈലബിലിറ്റിയും എല്ലാം മാറും. അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിങ് മാറും. അങ്ങനെയൊക്കെ അതിനെ അഫക്ട് ചെയ്യും തീർച്ചയായിട്ടും. യുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കലാമിറ്റി അല്ല. അപ്പൊ അത് നിവൃത്തിയില്ല. അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ ഇറാനിൽ ഇത്രയും പേരുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ലായിരുന്നല്ലോ. ഇത്രയും സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. കാശ്മീരി സ്റ്റുഡൻസ്, അവരെയാണ് ഇപ്പൊ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തത്. ഇസ്രായേലിൽ അതിലും കൂടുതൽ ആളുകളുണ്ട്. നമ്മുടെ മലയാളികൾ ധാരാളം അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരിപ്പോഴും അവർക്കൊരു ത്രെറ്റ് ഒന്നും അവർ കാണുന്നില്ല. അതുകൊണ്ട് അവരാരും തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ. പക്ഷെ അത് സംഗതികൾ കൂടുതൽ വഷളാകുമ്പോൾ അവർക്കും അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം ഉണ്ടാവും ഇന്ത്യൻ കമ്മ്യൂണിറ്റി കാര്യത്തിലുള്ളത്. അത് പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇഷ്യൂവിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ല. അവര് പറയുന്ന, ഇസ്രായേൽ പറയുന്ന, ഇന്ത്യ ചെയ്തതുപോലെ NPT ഒപ്പിടാതെ ഒരു കേപ്പബിലിറ്റി കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെയെങ്കിൽ അവർക്കൊരു ഡിറ്ററന്റ് കിട്ടുള്ളൂ എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അവര് യുദ്ധം ചെയ്യാൻ അവർക്ക് ആ കപ്പാസിറ്റി കൊടുക്കാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറില്ല എന്നുള്ളതാണ് ഇഷ്യൂ. വളരെയധികം നന്ദി സർ, ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.